ഹൂത്തികളുടെ ആക്രമണത്തിൽ അമേരിക്കയുടെ ഏതാണ്ട് $60 മില്യൺ വില വരുന്ന ജെറ്റ് തകർന്നു, ഫൈറ്റർ ജെറ്റ് തകർന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഈ ഫൈറ്റർ ജെറ്റ് US ഹാരി എന്ന് പറയുന്ന അമേരിക്കയുടെ തന്നെ യുദ്ധക്കപ്പലിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇടിച്ച് തകർന്ന് കടലിൽ വീണു എന്നുള്ള വാർത്തയാണ് വരുന്നത്. FA-18 സൂപ്പർ ജെറ്റാണ് ഇത്തരത്തിൽ തകർത്ത് പെട്ടുപോയിട്ടുള്ളത്. ഹൂത്തി ആക്രമണത്തിലാണ് ഇത് തകർന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. വലിയ തരത്തിലുള്ള സാമ്പത്തിക ചെലവ് അമേരിക്കയ്ക്ക് ഈ ഹൂത്തികളെ വെല്ലുന്നതിലുണ്ടാകുകയാണ്. അമേരിക്കയുടെ പടക്കപ്പലുകളും അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ യുദ്ധം തന്നെ ഈ കടലിൻ്റെ നടുവിൽ അമേരിക്കയ്ക്ക് ഹൂത്തികൾക്കെതിരെ നടത്തേണ്ടി വരികയാണ്. ഹൂത്തികളെ കാത്തിരുന്ന് ആക്രമിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഏതായാലും ഹൂത്തി ആക്രമണത്തിലാണ് ഈ യുദ്ധക്കപ്പലിനും ഫൈറ്റർ ജെറ്റിനുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നത്. കടലിലേക്ക് ഫൈറ്റർ ജെറ്റ് പോയി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഫൈറ്റർ ജെറ്റിനെ ഹൂത്തികൾ ആക്രമിച്ചാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തകരാറ് മൂലമാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. ഹൂത്തികളുടെ അവകാശവാദം തങ്ങൾ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് തകർത്തു എന്നാണ്. പക്ഷേ അമേരിക്കൻ അധികൃതർ ഇതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി വന്നിട്ടില്ല. ഏതായാലും ഹൂത്തികളിൽ നിന്ന് കൃത്യമായ ആക്രമണം അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഈ അടുത്ത് ഹൂത്തി കേന്ദ്രങ്ങളിലും യമനിലെ പല ഹൂത്തി ശക്തി കേന്ദ്രങ്ങളിലും അമേരിക്ക ട്രംപ് ഭരണകൂടം വന്നതിന് ശേഷം നേരിട്ട് ആക്രമണം നടത്തിയിരുന്നു. ഇത് ഫൈറ്റർ ജെറ്റിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് കടലിൽ പതിച്ചതാണെന്നുള്ളൊരു വാദവുമായി വരുന്നുണ്ട്. പക്ഷേ അതോ ഹൂത്തികൾ ആക്രമിച്ചതാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. ഏതായാലും ഹൂത്തികളും അമേരിക്കയും തമ്മിൽ നേർക്കുനേർ യുദ്ധം ചെയ്യുമ്പോൾ ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കടലിലെ ആക്രമണത്തിന് അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമില്ല, അല്ലെങ്കിൽ ഹൂത്തികളെ അത്യാധുനിക സൗകര്യങ്ങളുണ്ടെങ്കിലും കൃത്യമായി നേരിടുന്നതിന് അമേരിക്ക പരാജയപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം ഇതിന് ബലപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഹൂത്തി അമേരിക്കൻ സംഘർഷം നിലവിലും തുടരുകയാണ്. ഗസയിലെ ഇസ്രായേൽ ആക്രമണവും ഗസ യുദ്ധത്തിനൊപ്പം തന്നെ തുടങ്ങിയ ഈ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ $60 മില്യൺ വില വരുന്ന ഈ ഫൈറ്റർ ജെറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് അമേരിക്കൻ അധികൃതരെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ്.